നമസ്കാരം. നമ്മുടെ ചുറ്റുപാടുകളിൽ മുഴുവൻ ക്രിമിനലുകൾ അഴിഞ്ഞാടുകയാണ്. പ്രായവ്യത്യാസമില്ലാത്ത ക്രിമിനലുകൾ. ഇന്നും ഒരു ചെറുപ്പക്കാരനെ കൊല്ലം ജില്ലയിലെ ഓച്ചിറ എന്ന സ്ഥലത്ത് ബാറിന്റെ മുമ്പിൽ വെച്ച് ക്രൂരമായി നായയെ തല്ലുന്ന പോലെ തല്ലുന്ന കണ്ടു. കഴിഞ്ഞ ദിവസം കോട്ടയത്തെ കോളേജിലെ കാര്യം നമ്മൾ കേട്ടു. അതിനു മുമ്പ് സിദ്ധാർത്ഥന്റെ കാര്യം, അഭിമന്യു. അങ്ങനെ എത്ര ഉദാഹരണങ്ങൾ. മനുഷ്യനെ മൃഗങ്ങളെ കൊല്ലുന്ന പോലെ കൊല്ലുക, അടിക്കുക, കുത്തിക്കീറുക, കുത്തിക്കീറിയതിന് ശേഷം ആ കുത്തിക്കീറിയ മുറിവിനുള്ളിലേക്ക് നീറുന്ന ദ്രാവകങ്ങൾ ഒഴിക്കുക. അങ്ങനെ എന്തെല്ലാം ക്രൂരതകളാണ് നമ്മുടെ സമൂഹത്തിൽ മുമ്പോട്ട് വരുന്നത്. ഇതൊക്കെ തന്നെ 10നും 25നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികളാണ് കൂടുതലും ചെയ്യുന്നത്. പട്ടാപ്പകൽ ഒരു പേന കത്തിയും കൊണ്ടുപോയി ഒരു ബാങ്കിന്റെ ക്യാഷ് ഇരിക്കുന്ന ക്യാബിൽ കയറി 15 ലക്ഷം രൂപ എടുത്തുകൊണ്ട് പോവുക. അങ്ങനെ എന്തൊക്കെ നടപടികളാണ് കേരളത്തിൽ നടക്കുന്നത്. മോഷണത്തെ പറ്റിയല്ല ഞാൻ സംസാരിച്ചു തുടങ്ങിയത്. എല്ലാ കൊലപാതകങ്ങൾക്കും അക്രമങ്ങളും നടക്കുമ്പോൾ അവിടെ അതിൻ്റെയൊക്കെ മുൻപന്തിയിൽ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു രാഷ്ട്രീയ നേതൃത്വം നിതാന്ത ജാഗ്രമായി നിൽക്കുന്നു എന്നുള്ള കുറ്റകരമായ അവസ്ഥ നാം കാണേണ്ടിയിരിക്കുന്നു. അച്ഛന് മക്കളെയും അച്ഛന് മക്കളെയും മക്കൾക്ക് അച്ഛനെയോടുമുള്ള സ്നേഹത്തിന് എന്തോ ഒരു അതിർവരമ്പ് വീണിരിക്കുന്നു. കുടുംബ ബന്ധങ്ങളിലുള്ള ആയവും പരപ്പും നഷ്ടമായിരിക്കുന്ന സാഹചര്യത്തിലാണ് നാം മുമ്പോട്ട് പോകുന്നത്. സ്നേഹം ഒരു മരീചികയായി മാറിയിരിക്കുന്ന സാഹചര്യത്തിലാണ് പല കുടുംബങ്ങളും മുമ്പോട്ട് പോകുന്നത്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ ലഹരിയുടെ ഉപയോഗം, രാസലഹരി, സ്വന്തം പള്ള വീർപ്പിക്കുന്നതിന് വേണ്ടി ഒരു സമൂഹത്തെ മുഴുവൻ ലഹരി കടിമയാക്കുന്ന കുറേ ദുഷ്ടന്മാരുടെ കൈകളാണ് കേരളത്തിൻ്റെ തെരുവുകളിൽ, സ്കൂളുകൾ എല്ലാം തന്നെ. ഞാൻ നിൽക്കുന്ന ജില്ലയിൽ 10 വയസ്സുള്ള കുട്ടിയെ ബലാത്സംഗത്തിന് ഇരയാക്കിയ കഥ. അങ്ങനെ ക്രൂരന്മാരുടെ നാടായി കേരളം മാറിയതിൻ്റെ പിന്നിൽ ആർക്കാണ് അതിന് ഉത്തരവാദിത്വം? കുടുംബ ബന്ധങ്ങൾക്കാണ് അതിലെ ആദ്യത്തെ ഇത്. രണ്ടാമത് വരുന്നതാണ് കുട്ടികൾ വളർന്നു വരുമ്പോൾ അവനുണ്ടാകുന്ന സൗഹൃദങ്ങൾ, അവൻ്റെ തലച്ചോറിലേക്ക് കുത്തി നിറയ്ക്കുന്ന ചില വിഷയങ്ങൾ, അവനെ നയിക്കുവാൻ വേണ്ടി മുമ്പിൽ നിൽക്കുന്ന നായകന്മാരുടെ ചെയ്തികൾ. ഇതൊക്കെയാണ് അവനെ വീരപുരുഷനാക്കി ആൾക്കാരുടെ മുമ്പിൽ എത്തിക്കുന്നത്. മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തമായി ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് പല കുട്ടികളും ഈ പറയുന്ന അല്പം ലഹരിയൊക്കെ അടിച്ച് രാഷ്ട്രീയം കളിച്ച് കോളേജിലെ ഹീറോ ആകാൻ ശ്രമിക്കുന്നത്. മറ്റൊന്ന്, നമ്മുടെ സിനിമാ മേഖല മുഴുവൻ, സിനിമയായാലും സോഷ്യൽ മീഡിയയിലായി വരുന്നത് മുഴുവൻ പ്രണയപ്പകകളെ പറ്റി ആദ്യം മലയാളി കുട്ടികളെ പഠിപ്പിച്ചത് സിനിമ തന്നെയാണ്. പ്രണയം നിഷേധിച്ചതിന് തലയിൽ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുന്ന അവസ്ഥ വരെ പല സിനിമകളിലും ഉണ്ടായിട്ടുണ്ട്. സ്നേഹമെന്നത് വെറും ഒരു വാക്കായി മാറുകയും കുട്ടികൾ മുഴുവൻ സിനിമാ ലോകത്ത് തന്നെ നായകൻ കാണിക്കുന്നത് ലഹരി അടിച്ചുകൊണ്ട് നടക്കുന്ന ആ നായകനെ കാണുകയും അതിനനുസരിച്ച് പെരുമാറുകയും ചെയ്യാൻ കുട്ടികൾ അവരിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കുട്ടികളുടെ തലച്ചോറിലേക്ക്, നമ്മുടെ കുട്ടികളിലേക്ക് സിനിമ എന്ന് പറയുന്ന മാസ്മരിക ലോകം, അതിലെ നായകൻ നായികയൊക്കെ ചെയ്യുന്ന പ്രവൃത്തികൾ ഒരു പരിധിവരെ അടിഞ്ഞു കയറിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സെൻസർ ബോർഡ് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ സിനിമ എന്ന് പറയുന്നത് ഒരു കഥയാണെന്ന് പറഞ്ഞാൽ പോലും അതിനെ കഥയായിട്ടല്ല 3-3.5 മണിക്കൂർ കാണുന്ന ആ കുട്ടി, അല്ല 2-2.5 മണിക്കൂർ കാണുന്ന ആ വ്യക്തി കാണുന്നത്. തൻ്റെ മുമ്പിൽ സംഭവിക്കുന്ന ഒരു സംഭവത്തെ ആയിട്ടാണ് തലച്ചോറ് കാണുന്നത്. തലച്ചോറ് ഒരിക്കലും അതിനെ കഥയായി ആദ്യമേ കാണുന്നില്ല. സിനിമ കണ്ടിറങ്ങിയതിന് ശേഷം അവൻ്റെ തലച്ചോറിലേക്ക് ഇങ്ങനെ കിടക്കുകയാണ്. അവസരം കിട്ടുമ്പോൾ അത് അവൻ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് സത്യം. സോഷ്യൽ മീഡിയകളും പോം സൈറ്റുകളും നമ്മുടെ കുട്ടികളെ വഴിതെറ്റിക്കുന്നു എന്നുള്ളതാണ് സത്യം. സ്വന്തം മുമ്പിലൂടെ പോകുന്ന ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ അതെൻ്റെ പെങ്ങളാണെന്നോ അതെൻ്റെ മകളാണെന്നോ തോന്നാത്ത രീതിയിലുള്ള നരാധമന്മാരുള്ളത് കൊണ്ടാണ് കൊച്ചു കുട്ടികളെ പോലും പീഡിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മാറിയിരിക്കുന്നത്. എന്തുകൊണ്ട് ഇതിന് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു എന്ന് ചോദിച്ചാൽ, നിയമം നടത്തി ഇവന്മാരെ പിടിച്ച് കൽത്തുരങ്ങളിൽ അടയ്ക്കേണ്ട പോലീസിന്റെ കൈകൾ പൂർണ്ണമായി കെട്ടിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. നിങ്ങൾ ഓർക്കുക, ഒരു പാവം പിടിച്ച മനുഷ്യനെ മരണത്തെപ്പറ്റി അന്വേഷിക്കുവാൻ അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും മാസങ്ങളോളം നിയമയുദ്ധം നടത്തിയിട്ട് പോലും അതിനെ എതിർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഏതെങ്കിലും ഒരു സ്കൂൾ കുട്ടിയെ പോലീസ് പിടിച്ചാൽ അവൻ ചെയ്ത കുറ്റത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കാതെ അവന്റെ രാഷ്ട്രീയം തങ്ങളുടേതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ പോയി അവനെ ഇറക്കുന്ന യുവ നേതാക്കന്മാരാണ് ഇത്തരം ക്രിമിനലുകളെ വളർത്തുവാൻ കാരണക്കാരായിട്ടുള്ളത്. വെഞ്ഞാറമൂടിലുണ്ടായ കൊലപാതകം നമ്മൾ അറിഞ്ഞു. അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങൾ സ്കൂൾ തലത്തിൽ, സ്കൂൾ അധ്യാപകന് വിദ്യാർത്ഥിയെ വഴക്ക് പറയാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു. എന്തുകൊണ്ട്?
സ്കൂളിൽ നിന്നുണ്ടായ ഒരു പ്രശ്നത്തിന്റെ പുറത്ത് അവൻ അമ്മയോട് പരാതി പറഞ്ഞപ്പോൾ അമ്മയും അവനെ ശകാരിക്കുകയാണ് ചെയ്തത്. കുട്ടികളെ ചേർത്ത് നിർത്തുവാൻ കഴിയാത്ത മാതാപിതാക്കൾ, രാവിലെ കുട്ടി എഴുന്നേക്കാൻ താമസിക്കുമ്പോൾ മുതൽ വഴക്കുണ്ടാക്കി വിളിച്ചെഴുന്നേപ്പിച്ച് അമ്മ അച്ഛന്റെ കുറ്റവും അച്ഛൻ അമ്മയുടെ കുറ്റവും പറഞ്ഞ് കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് വിടുമ്പോൾ അവന്റെ തലച്ചോറിൽ അടിച്ചേർപ്പെടുന്നത് ആ കുടുംബത്തിന്റെ നിസ്സംഗഭാവത്തിലുള്ള അവര് പരസ്പരം അവരുടെ 4 ഭിത്തികൾക്കുള്ളിൽ കാണിക്കുന്ന വൃത്തികേടുകളാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. വൃത്തികേടുകൾ എന്ന് ഉദ്ദേശിച്ചത് അവരുടെ വാക്കുകളെയാണ്. അങ്ങനെ ഒരു ജനിച്ചു വീഴുന്ന കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അറിയാനാവുന്ന സമയം മുതൽ തന്നെ ഈ കുട്ടി കാണുന്നതും കേൾക്കുന്നതും മുഴുവൻ ഇത്തരം ക്രിമിനൽ രംഗങ്ങളാണ്. കുഞ്ഞിന് ചോറ് കൊടുക്കാൻ വേണ്ടി മൊബൈൽ ഫോൺ ഓണാക്കി കൊടുക്കുന്ന അമ്മമാരുടെ ലോകത്ത് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് പല കളി സാധനങ്ങൾ, അതിലുള്ള പല സാധനങ്ങളും, പല സോഫ്റ്റ്വെയർ വഴി പുറത്തേക്ക് വിട്ടിട്ടുള്ള പല ഗെയിംസുകളും കുട്ടികളുടെ തലച്ചോറിൽ ക്രിമിനൽ വാസനയ്ക്ക് കാരണമാകുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരു കുട്ടിയും ക്രിമിനലായി ജനിക്കുന്നില്ല. എല്ലാ കുട്ടികളും ജനിക്കുന്നത് നല്ല മനസ്സോടുകൂടി നല്ല സ്വപ്നസുന്ദരമായ ഈ ലോകത്തേക്കാണ്. പക്ഷേ അവരുടെ തലച്ചോറിലേക്ക് ഈ വിഷം മൊത്തം വിതറിക്കൊടുക്കുന്നത് അവൻ്റെ സാഹചര്യങ്ങളും അവൻ്റെ വീടും അവൻ കാണുന്ന കലാരൂപങ്ങളുമാണെന്നുള്ള കാര്യം പറയാതെ വയ്യ. ഇനിയും ഇത് തുടർന്നാൽ, ഇപ്പോൾ സത്യം പറഞ്ഞാൽ ശരിയായ രീതിയിൽ കേരളത്തിലെ പോലീസ് ഇത്തരം ലഹരി കേസുകളും ഇത്തരം അടിപിടി കേസുകളും കുത്തുകേസുകളും ഈ പറയുന്ന ക്യാമ്പസുകളിൽ നടക്കുന്ന കൊലപാതകങ്ങൾ ഉൾപ്പെടെയുള്ള ആത്മഹത്യകളുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ, അന്വേഷിച്ചാൽ സംഭവിക്കാൻ പോകുന്നത് കേരളത്തിലെ ജയിലുകളിൽ നമ്മുടെ നാട്ടിലെ ഭാവി തലമുറയെ കൊണ്ട് നിറയുമെന്നുള്ള ദുഃഖസത്യം ഓർത്തുകൊണ്ട് വേണം നാം ഓരോരുത്തരും മുമ്പോട്ട് പോകാൻ. ഒരു കുട്ടിയോട് പോലും, തൻ്റെ കുഞ്ഞിന്റെ പ്രായമുള്ള, തൻ്റെ ചെറുമകന്റെ പ്രായമുള്ള ഒരു കുട്ടിയോട് പോലും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കേരളം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഇങ്ങനെയുള്ള കാരണങ്ങൾക്ക് മുഖ്യ കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ കക്ഷി രാഷ്ട്രീയവും ഇവിടുത്തെ ഭരണകർത്താക്കളുമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. അവർ തന്നെയാണ് ഇതിന് കാരണക്കാർ. ഒരു കാര്യമേ ഉള്ളൂ, നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനെ വേണമെങ്കിൽ അവനെ ചേർത്ത് പിടിക്കുകയും അവൻ അറിയേണ്ട കാര്യങ്ങൾ അവനെ അറിയേണ്ട സമയത്ത് അറിയിക്കുകയും അവൻ ചെയ്യുന്ന തെറ്റുകൾ തെറ്റാണെന്ന് വിളിച്ചു പറയുവാനും നിങ്ങൾ തയ്യാറാകാത്തിടത്തോളം കാലം നാളെ ഇത് നിങ്ങളുടെ വീട്ടിലും സംഭവിക്കും എന്ന് അറിഞ്ഞുകൊണ്ട് വേണം ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുവാൻ. അതാണ് സത്യം. ആ സത്യത്തിനെതിരെ മുഖം തിരിച്ചിട്ടൊരു കാര്യമില്ല. അധ്യാപകനെ നമ്മളൊക്കെ കുറ്റപ്പേര് വിളിച്ചിട്ടുണ്ട്. പക്ഷെ അധ്യാപകൻ വരുമ്പോൾ സമരത്തിൽ നിന്ന് പോലും ക്ലാസ് റൂമിലേക്ക് ഓടിക്കയറിയിട്ടുള്ള യുവത്വമായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. നേതാക്കന്മാർ ഇങ്ങനെയല്ലായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. സംശുദ്ധതയുള്ള നേതാക്കന്മാരായിരുന്നു നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നത്. കക്ഷി രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ, അവരൊക്കെ തന്നെ മാതൃകാ പുരുഷന്മാരായിരുന്നു എന്ന് മനസ്സിലാക്കുക. ആ മാതൃക വിട്ടിട്ട് ക്രിമിനലുകൾ ഇത്തരം സംഘടനകളുടെ നേതൃത്വത്തിൽ വന്നത് മുതൽ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആവശ്യത്തിനും അനാവശ്യത്തിനും എല്ലാം തന്നെ കുട്ടികളെ തെരുവിലിട്ട് സമരം ചെയ്യിച്ച് തങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുന്ന നേതാക്കന്മാർ മനസ്സിലാക്കുക, നിങ്ങളാണ് ഇതിനെല്ലാം പരമമായ കാരണക്കാർ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.